ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ തിരിച്ചടി കിട്ടിയ ഒരു അടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു. ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ക്ലയന്റിന് പറയുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ വർക്കൊന്നും കിട്ടുന്നില്ല, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടുന്നില്ല. അവരെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച സമയത്ത് അവർക്ക് ഏകദേശം 10-40 വർഷങ്ങളോളം മുകളിൽ അവർ വർഷങ്ങളായി കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഒരുപാട് കോർപ്പറേറ്റുകൾ വർക്കുകൾ എടുത്തിട്ടുണ്ട്, വീടുകൾ, വില്ലകൾ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസുകൾ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയതായിട്ട് അവർക്ക് വർക്കുകളില്ല, തീരെ വർക്കുകൾ കുറയുന്നു എന്ന് പറയുന്ന സമയത്ത് നോക്കിയ സമയത്ത് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്കും അവിടെ ചുറ്റും അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ, ഇദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇവർ ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതാണെന്നല്ല, എല്ലാവർക്കും റെഫറൻസ് കൊടുത്താൽ പോലും കസ്റ്റമർ ക്ലോസ് ആവാത്തതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവർ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊന്നും ഇവർ ചെയ്ത ഒരു പ്രൊജക്റ്റിന്റെ പോലും ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ പറഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് എന്നല്ലാതെ. അപ്പോൾ എത്രയോ പ്രൊജക്റ്റുകൾ എടുത്തിട്ടുണ്ട്, എത്രയോ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ ടെസ്റ്റിമോണിയൽസ് ഇല്ല, കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഫ്ലോറിങ്ങിന് വേണ്ടി ഒരു എസ്റ്റിമേഷൻ വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് ചോദിച്ചു, റെഫറൻസ് വെച്ച സമയത്ത് അദ്ദേഹം എനിക്ക് കാണിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഫേസ്ബുക്ക് പേജ് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ചെയ്ത പ്രൊജക്റ്റുകൾ ഏറ്റവും ലോ ക്വാളിറ്റിയിലാണ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് അവിടെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ളതാണ്. അപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലെ ആളുകൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ഇനിയുള്ള പ്രൊജക്റ്റ് ഒന്നും വേറുള്ള ആളുകൾ കൊണ്ടുപോകുന്നുള്ളതാണ് സത്യാവസ്ഥ.